ചെയ്തിരിക്കണല്ലേ? നിന്റെ മറ്റവന്റെ ഡൽഹിയിലെയും ബോംബെയിലെയും ദുബായിലെയും നമ്പർ വരെ അറിയാം. അവിടെ എന്തെടുക്ക? അവനെ കെട്ടിപ്പിടിച്ച് കിടക്കല്ലേ? അതോ നോ, ഡോണ്ട് സ്ലീപ് വിത്ത് ഹിം. ഐ കാൻറ്റ് ബെയർ ഇറ്റ്. What do you mean? He's my husband. No, I know you are not his wife. Just take care. ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നീയോ അയാൾ തമ്മിൽ ഒരു ബന്ധവും പാടില്ല. ഐ മീൻ, അയാളുടെ ശ്വാസം പോലും നിന്റെ മേൽ വീഴരുത്. Are you mad? Yes, I am mad. I am mad after you. I want you. I need you. Sandra! Sandra! I love you. I love you, bitch! മതി, നിർത്ത്. ഇന്നലെ രാത്രി തുടങ്ങിയതല്ലേ? നിർത്താൻ. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ഇവിടുന്ന് പോകാം. ബാക്കി കമ്പോസിംഗ് വേറെ എവിടെയും ആവാം. എന്താ ശ്രുതി? ഇങ്ങനെ പോയി അപശ്രുതി അപഖ്യാതി മാത്രാവും. എണീക്ക്, നമുക്ക് പോവാം. ഞാൻ ഇവിടേക്കില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? എണീക്ക്, വരാനാ പറഞ്ഞു. ഞാൻ പോവാം, ഞങ്ങൾ എല്ലാവരും പോവാം. പക്ഷെ ഇവൾ എങ്ങോട്ട് പോകും? ഇനി ഏത് മുഖം വെച്ചോൾ വീട്ടിലേക്ക് പോകും? അങ്ങനെ പോയാൽ തന്നെ അവരെങ്ങോട്ട് കയറ്റുവോ? നിന്നെ സ്നേഹിച്ചതിന്റെ പേരില് കുടുംബവും ബന്ധുവും എല്ലാം ഇട്ടറിഞ്ഞ് പോന്നോളാം. ഇവളെ നീ വേദനിപ്പിച്ച ദൈവം നിനക്കെന്ന് സിദ്ധിയുണ്ടല്ലോ, അത് ചിലപ്പോ നിന്നോട് പുറത്തേക്കാം. പക്ഷേ ദൈവം പൊറുക്കില്ല. പറയുന്നു.
നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നോടൊന്ന് മനസ്സിലാക്ക. വേണ്ട, ഒന്നും പറയണ്ട. ഇനിയിപ്പോ ദൈവം വന്ന് പറഞ്ഞാലും അവളെ കാണാതെ പോകുന്ന പ്രശ്നമില്ല. പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കുന്ന ആളാ സത്യം സാറ്. പക്ഷെ നോവിച്ചാൽ ജീവൻ എടുക്കാനും മടിക്കില്ല. ഞങ്ങളും അതുപോലെ. തമാറ് അരുത്. അതെങ്ങനെ സാററിഞ്ഞാൽ ആദ്യം ആ സ്ത്രീയെ കൊല്ലും, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനെയും. അവർക്കുള്ള ശിക്ഷ അത് തന്നെയാ. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത നീനമോൾക്ക് ആരുമില്ലണ്ടാവും. അതോർത്തിട്ടാ. അല്ലെങ്കിൽ ഇന്നലെ ബെഡ്റൂമിൽ ഒളിച്ചിരുന്ന അയാളെ അപ്പൊ തന്നെ സാറിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചെന്നെ. അയ്യോ വേണ്ട, കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. പേര് ദോഷം നിങ്ങൾക്ക് കൂടിയാ. നിങ്ങൾ ചെല്ല് പ്ലീസ്. ചെന്ന് കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതല്ലേ എല്ലാവർക്കും നല്ലത്. പടാ. നിന്റെ കഴിവുകളെ കുറിച്ച് അങ്ങേറ്റ് അഭിമാനിച്ചവരാ ഞങ്ങള്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ കഴിവ് കൂടി നിനക്കുണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായ. നിന്നെ കൈ കൊണ്ട് അടിച്ചവളോട് ചോദിക്കാൻ പോയി ഞങ്ങൾക്ക് കിട്ടിയത് ചെരുപ്പുകൊണ്ടുള്ള അടിയാ. മാനക്കേടിന്റെ ചെരുപ്പുണ്ട്. എടാ നാണോ ഇല്ലല്ലോ നിനക്ക് മറ്റൊരുത്തന്റെ ഭാര്യയുടെ കിടപ്പമുറി പോയി ഒളിച്ചിരിക്കാൻ. നിന്റെ ഒളിച്ചുകളെയും ഒളിച്ചോട്ടെല്ലാം ഇതിനായിരുന്നല്ലേ? ശിവ ശിവ, തോന്നിയാസം കാട്ടാൻ ആരാ എന്റെ ഭാര്യ കിട്ടിയോളൂ. നീ കാരണം ഞങ്ങളെല്ലാം നാണം കെട്ടില്ലേ, അതും ആ ജോലിക്കാരന്റെ മുമ്പിൽ. അയാൾ നിന്നെ കാട്ടിക്കൊടുത്തിരുന്നെങ്കിൽ പിന്നെന്താവുമായിരുന്നു? അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നീയാണെങ്കിൽ? എടാ, കലാകാരന് അത്യാവശ്യം വേണ്ടത് സംസ്കാരമാ. മതി, ഇന്നത്തോടെല്ലാം നിർത്തി പോവാം. നീ വന്നാലും ഇല്ലേലും ഞങ്ങൾ പോവും. ഇനി ഇവിടെ നിന്നാൽ അവള് മാത്രമല്ല നാട്ടുകാരെ മുഴുവനും തല്ലും എല്ലാരെയും. ആടാ. വീടരുത്. വീണാലും എഴുന്നേക്കാൻ കഴിയണം. അതിന് സ്വബോധം വേണം. എല്ലാവരും പറഞ്ഞത് കേട്ടില്ലേ? മതി, നമുക്ക് പോവാം. അവൻ വരുവോ? വന്നില്ലേ? ശ്രുതി വരും. എടാ, അവനൊരു പാവാ. ഇത് എങ്ങനെയോ കൈവിഷം അല്ലെങ്കിൽ കൂടോത്രം, ഇത് അങ്ങനെ തന്നെ. അവളൊരു വിഷ കന്യകയാ. വിഷമാ. പക്ഷെ ഇവളെയൊക്കെ കന്യകയെന്ന് വിളിച്ചാ കന്യക എന്ത് വിളിക്കും? എന്താടാ? അല്ല, കന്യക എന്ത് വിളിക്കണോന്ന് ആലോചിക്കായിരുന്നു. അത് നമുക്ക് ആലോചിച്ച് വേറെ പേര് കണ്ടുപിടിക്കാം. ഇപ്പൊ നീ ചെന്ന് വേഗം എല്ലാം കെട്ടിപ്പറക്കി ഇറങ്ങാൻ നോക്ക്.